സോ ഹലോ ഹോട്ടൽ ഫാമിലി, ഇന്ന് ഞങ്ങൾ സ്റ്റോറി കണ്ടിട്ടുണ്ട്. ആ ഹോസ്റ്റൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ വീഡിയോ പോകുന്ന മുമ്പ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ദ ബെൽ ബട്ടൺ. സോ നമ്മൾ വീഡിയോയിൽ പോകാം. അപ്പോൾ എൽസി ബോണ്ട് ഇതൊരു അമേരിക്കൻ്റെ സൗത്ത് പാർട്ട് ഓഫ് അമേരിക്കൻ്റെ ഒരു മിത്ത്. ഇപ്പോൾ ഈ മിത്ത് ഭയങ്കര സ്കേറി ആയിട്ടുണ്ടാവും ഗൈസ്. അതും അത് റിയൽ ലൈഫ് ഗൈസ്, റിയൽ ലൈഫ് ഒരു അർബൻ ലെജൻഡ് പോലെയാണ്. ഇപ്പോൾ ഇതിൻ്റെ സ്റ്റോറി ഭയങ്കര ടെറിഫൈങ് ഉണ്ടാവും ഗൈസ്. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സൗത്ത് അമേരിക്കൻ്റെ ഒരു പാർട്ടിൽ ഡെമിസ് പറഞ്ഞിട്ട് ഒരു കുട്ടി ഉണ്ടാവും. അവൻ്റെ അച്ചാച്ചൻ്റെ കൂടെ ഇരിക്കാനാണ് വന്നത്. അപ്പോൾ അവൻ അച്ചാച്ചൻ്റെ കൂടെ ഇരിക്കാൻ സമയം രാത്രി അവൻ എന്താ പറയുക ഫീലിംഗ് കണ്ണ് നോക്കുന്നുണ്ടാവും, എന്തെങ്കിലും വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ അവൻ്റെ കൗസ് ഇത് എന്താ പറയുക ആനിമൽ ഹൗസ് ഷെൽട്ടർ ഉണ്ടാവില്ല, ഫാംസ് അവിടെ കൗസൊക്കെ ഫുൾ ഇങ്ങനെ അങ്ങനെ ടെൻഷനിൽ എന്താ പറയുക അവരെ പേടിച്ചിട്ട് എങ്ങനെ എന്താ പറയുക അതല്ല അവിടെ ഒരു നെഗറ്റീവ് വൈബ് വന്നപ്പോൾ അങ്ങനത്തെ ഒരു ഫീലിംഗ് തന്നെ. അപ്പോൾ ഡെമസ് എന്താ ചെയ്തു, എല്ലാ കൗസിനെ അവരുടെ ഷെൽട്ടറിൽ. പക്ഷേ എല്ലാ കൗസ് എന്താ പറയുക പേടിച്ചിട്ട് അവർ ഡെമിസിന് കുറച്ച് ടഫായി അവൻ്റെ ഷെൽട്ടറിൽ എടുക്കാൻ കഴിയും. അപ്പോൾ എല്ലാ ഷെൽട്ടേഴ്സിനും എല്ലാ കൗസിനെ എടുത്തു വന്നു. പക്ഷേ അപ്പോൾ ഡെമിസിന് ഒരു വിഷ്വൽ സൗണ്ട് ആയി ഗൈസ്. അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. അവന് മനസ്സിലായി അത് എന്താണ് അത് എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു നാട്ടിൽ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് ഗൈസ്. അപ്പോൾ അവൻ ഒരു സ്റ്റോറി റിമെമ്പർ ആയി. അവൻ്റെ റിലേറ്റീവ്സ് പറഞ്ഞു തന്നെ ഒരു ഹോഴ്സ് റൈഡർ ആയിരുന്നു. അവൻ നൈറ്റ് 3 AM എന്തെങ്കിലും അവൻ്റെ മാരേജ് എന്തെങ്കിലും ഫംഗ്ഷന് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ഹോഴ്സ് ഇങ്ങനെ താഴെ വീണു, ഫാമിൽ പോലെ താഴെ വീണിട്ട് വിസിൽ വന്നു. അപ്പോൾ അവനെ മനസ്സിലായില്ലേ എന്താ. പിന്നെ അവിടെ ഡിയേഴ്സ് ഉണ്ടാവുള്ളൂ ഗൈസ്. അതിൻ്റെ മീൻസ് ലൈക്ക് ബോൺസ് മീറ്റ് അങ്ങനെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവനെ പേടിയായി, മനസ്സിലായില്ല. പിന്നെ എൽസിൽ ബോൺ വന്നിട്ട് എന്താ ചെയ്ത് അറിയാമോ ഗൈസ്, അവൻ്റെ അടുത്ത് ഈ ബാഗ് ഓഫ് ഫുൾ മീറ്റ് ബോൺസ് ഉണ്ടാവും. അതിൻ്റെ ബോൺസ് എടുത്ത് അവൻ്റെ മേലെ അടിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു ഈ പാട്ട് വീണു. പിന്നെ ബ്രെയിനെ കാണാൻ പറ്റേണ്ട അടുത്തായി. അപ്പോൾ പിന്നെ അവൻ ലൈഫിൻ്റെ ബെഗിങ് ഓഫ് ലൈഫ് ചെയ്യുന്നുണ്ടായിരുന്നു ഗൈസ്. പക്ഷേ അത് ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു, ത്രോ ചെയ്തായിരുന്നു, അടിക്കും. പിന്നെ അത് ആ മാനിനെ എടുത്തിട്ട് ഇങ്ങനെ കഴിക്കും. പിന്നെ രാവിലെ നോക്കിയാൽ ഇപ്പോൾ ഫാർമേഴ്സ് ഇങ്ങനെ ഹാർവെസ്റ്റിങ്ങിന് പോയാൽ അവിടെ ആ ആളുടെ ഡെഡ് ബോഡി ഉണ്ടായിരുന്നു. അവർ അപ്പോൾ മനസ്സിലായി ഇത് എൽസിൽ ബോണ്ട് പണിയാണ്. അത് കഴിഞ്ഞിട്ട് ഷാഡോ വരും, 28 ഫിഗറിൻ്റെ ഒരു ഷാഡോ. അപ്പോൾ അവനെ മനസ്സിലാവും ആ എൽസിൽ ബോൺ അവൻ്റെ അർത്ഥം. എൽസിൽ ബോൺ വന്നിട്ട് അവൻ ഓടാൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ആ എൽസിൽ ബോൺ എന്താ ചെയ്തു അറിയോ ഗൈസ്, 1 tree to another tree, 1 tree to another tree അങ്ങനെ ജമ്പിങ് ചപ്പാക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എൽസിൽ എന്താ പറയുക ഡെമിസ് ഫുൾ സ്പീഡിലായിരുന്നു. അവനെ അറിഞ്ഞു ഇന്ന് അവൻ്റെ ചത്തൻ്റെ ദിവസമാണ്. എൽസിൽ ബോൺ വന്നിട്ട് അവൻ്റെ ഗോറി എടുത്തിട്ട് ഇങ്ങനെ കൈനെ എടുക്കാൻ വരുന്നു. പക്ഷേ ആ കറക്റ്റ് സമയത്തിൽ ഒരു ഡോഗ് ബാർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. എൽസിൽ ബോണിനെ ഒരു പേടിയായിട്ട് അത് വിൻഡിൻ്റെ കൂടെ ഇങ്ങനെ വിൻഡ് ഓഫ് ലാഷ് ഷൂ പറഞ്ഞിട്ട് അതും കൂടെ പോയി എൽസിൽ ബോൺ. അപ്പോൾ വന്ന് നോക്കിയാൽ അത് ഡെമിസിൻ്റെ പെറ്റ് ഡോഗ് ആയിരുന്നു. പിന്നെ ഇപ്പോൾ രാവിലെ എന്തായി ഡെമിസ് അതിൻ്റെ പറ്റി രാവിലെ തൊട്ട് ഫുൾ തിങ്കിങ്ങാണ്. പിന്നെ അവൻ അങ്ങോട്ട് നെയ്ബേഴ്സ് സൊസൈറ്റി പോയിട്ട് ചോദിച്ചു ഈ എൽസിൽ ബോണിൻ്റെ സ്റ്റോറി എന്താ. അപ്പോൾ ഈ പാർട്ട് ഇഷ്യൂൻ്റെ ആണ്. അപ്പോൾ ആ റിലേറ്റീവ്സ് പറഞ്ഞു ഈ എൽസിൽ ബോൺ ഒരു കുട്ടിയായിരുന്നു. അവൻ ഒരു ദിവസം കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ അച്ഛൻ്റെ അടുത്ത് അവൻ പറഞ്ഞു എനിക്കൊരു ഡീറിൻ്റെ മീറ്റും പിന്നെ കുറച്ച് ബോൺസും കൊണ്ടുപോയി എനിക്ക് കഴിക്കണമെന്ന്. അപ്പോൾ അച്ഛൻ ഓക്കെ പറഞ്ഞിട്ട് അവൻ്റെ റൈഫിൽ എടുത്തിട്ട് ജംഗലിൽ പോയി ഹണ്ടിങ് ചെയ്യാൻ. ഭയങ്കര നേരം അച്ഛൻ വന്നില്ല. അവൻ ഇത്ര ദേഷ്യം വന്നു. പിന്നെയും വെയിറ്റ് ചെയ്തു. അപ്പോൾ അമ്മ കത്തി കൊണ്ടുവന്നിട്ട്
എൽസിൽബോണിൻ്റെ അടുത്ത് കൊടുത്തു, നീ പോയി അച്ഛനൊന്ന് കൊണ്ടുപോവാ, എനിക്ക് മീറ്റ് ഉണ്ടാക്കണം, ടൈമില്ല എന്ന് പറഞ്ഞു. പിന്നെ ആ കത്തി എടുത്തിട്ട് എൽസിൽബോൺ അങ്ങനെ ജംഗലിൽ പോയി. ഇതൊക്കെ നടന്നത് 18th century ആയിരുന്നു. ഗൈസ് എൽസിൽബോണിൻ്റെ ബിഗിനിങ് ആയത് 18th century. പിന്നെ ഡെമിസ്റ്റ് സ്റ്റോറിയാണ് 19th century അറൗണ്ട്. അപ്പോൾ അവൻ ജംഗലിൽ പോയി നോക്കി. പിന്നെ അവൻ വരുമ്പോൾ അച്ഛനുണ്ടായില്ല. ഒരു എൽസിൽബോണിൻ്റെ ബാഗ് പറഞ്ഞില്ലേ, അതിൽ മീറ്റും ഭയങ്കര ബോൺസും ഉണ്ടായിരുന്നു. പിന്നെ അമ്മ എൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അമ്മ മീറ്റ് കൊണ്ടുവന്നു. അപ്പോൾ അമ്മ ശരി പറഞ്ഞു. പിന്നെ കുക്കിംഗ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അമ്മ തിരിച്ചാൽ നോക്കി, ഇത് എനിക്ക് എന്തോ ഇങ്ങനത്തെ മീറ്റ് നോർമൽ മീറ്റ് ഇല്ല അല്ലേ? പിന്നെ അതൊക്കെ അവരുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിനെ കാണിച്ചു. ലൈക്ക് അവരൊരു ചർച്ചിൻ്റെ ആളിനെ പോലെ കാണുന്നുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് അറിയില്ല. ഓക്കെ, നോർമൽ ഗ്രാൻഡ് ഫാദർ പോലെ പറയാം അല്ലേ? പിന്നെ പോയി പറഞ്ഞപ്പോൾ എന്തായി, എൽസിൽബോണിനെ ഒരു ട്രീയിൽ ഇങ്ങനെ കട്ടി വെച്ചിട്ട് ഒരു ചാലിൽ ഇങ്ങനെ ഇരിക്കാൻ വെച്ചു. പിന്നെ ഇങ്ങനെ വിപ്പുണ്ടാവില്ല ഗൈസ്, അത് എടുത്ത് ഫുൾ പിന്നെ എന്താ മീൻ ഇത്ര അടിച്ചു. പിന്നെ അച്ചാച്ചൻ ചോദിച്ചു, ട്രൂത്ത് എന്താ, നീ വേഗം പറഞ്ഞു. അപ്പം അവൻ ട്രൂത്ത് പറഞ്ഞു. എന്താന്ന് മീൻസ് അച്ഛൻ അവിടെ ഒരു ഡിയറിന് കൊല്ലാൻ പറ്റില്ല. അതുകൊണ്ട് എൽസിൽബോണിന് ദേഷ്യം വന്നിട്ട് അവൻ്റെ അച്ഛനെ കൊന്ന് കട്ടിയൊക്കെ എടുത്ത് അവൻ്റെ ഇങ്ങനെ ഓർഗൻസൊക്കെ കടിച്ചത് ബാഗിൽ വെച്ചു. പിന്നെ തിരിച്ചു വന്നു. അപ്പോൾ അച്ചാച്ചനെ വന്നു ദേഷ്യം, ഫുൾ അടിയോ അവൻ്റെ ഇത് ബോഡിയിലൊക്കെ മീറ്റ് അതൊക്കെ ഫുൾ ബോഡിയിലെ മസിൽസ് കാണാൻ സ്റ്റാർട്ടായി. അവൻ്റെ ആളൊക്കെ ഭയങ്കര ടൈറ്റായി. പിന്നെ അച്ചാച്ച എന്താ ചെയ്തോ, ആൽക്കഹോൾ എടുത്ത് അവൻ്റെ മേലെ ചെയ്ത് മിർച്ചി പൗഡർ ഉണ്ടാവില്ല, അത് ഫുൾ ചില്ലി പൗഡർ ഫുൾ തേച്ചു. പിന്നെ അവനെ ലീവ് ചെയ്തിട്ട് രണ്ട് പട്ടികളിൽ അവൻ്റെ ബാഗിൽ ഇങ്ങനെ ഒളിപ്പിച്ചു. അച്ഛൻ്റെ ബാഗിൻ്റെ കൂടെ. അതാണ് വില്ലേജിൽ എല്ലാവരും ഒരു പെറ്റ് ഡോഗ് വെച്ചു. എന്താ പറയുക, എൽസിൽബോണിനെ ഭയങ്കര പേടിയാണ് പട്ടിയുണ്ട്. അപ്പോൾ ഈ സ്റ്റോറി അങ്ങനെ കഴിയുന്നു. ഈ സ്റ്റോറി ഇടാനും കഴിഞ്ഞു ഗൈസ്. ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടാണെന്ന് തോന്നുന്നു. സോ പ്ലീസ് ലൈക്ക് ഗൈസ്. സോ ഈ സ്റ്റോറി ഇടാനും കഴിഞ്ഞു ഗൈസ്. ബൈ ബൈ ഹോറർ ടേൽ ഫാമിലി. ലവ് യു.